ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല ഡിഗ്രി പ്രവേശനവുമായി റിലേറ്റ് ചെയ്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കാണാം. അപ്പം അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിലേക്കായി അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ നിശ്ചിത സർവകലാശാല ഫീസ് ഓൾറെഡി ഞാൻ ഇൻഫോം ചെയ്ത കാര്യമാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസിനെ പറ്റിയിട്ട്. സോ അത് നിങ്ങൾക്ക് ജൂൺ 17 ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ആ ഒരു അലോട്ട്മെൻറ്റ് ഉറപ്പാകുകയുള്ളൂ. ദെൻ ട്രാൻസാക്ഷൻ സക്സസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള രസീതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, അതായത് ഫീ അടയ്ക്കുന്ന സമയത്ത് ട്രാൻസാക്ഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കണം. അത് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ അവിടെ കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പേപ്പർ കൂടിയാണ്. ദെൻ ഓൺലൈൻ സർവകലാശാല ഫീസ് അടയ്ക്കാത്ത അപേക്ഷകരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതും അവരെ തുടർന്ന് വരുന്ന 2ഉം 3ഉം അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതുമായിരിക്കില്ല. ഓക്കെ, അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കാത്ത സ്റ്റുഡൻസിനെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ ആഡ് ആക്കില്ല, പകരം നിങ്ങൾ റിജക്റ്റ് ചെയ്ത് മാറ്റുന്നതായിരിക്കും. അപ്പം അലോട്ടഡ് ആയിട്ടുള്ള ഏത് കോളേജിലും ആയിക്കോട്ടെ, അലോട്ടഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ ജൂൺ 17 അടയ്ക്കുക. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകർ അവർക്ക് ലഭിച്ച സീറ്റിൽ തൃപ്തരല്ലെങ്കിൽ പോലും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകൾ പരിഗണിക്കപ്പെടുന്നതിലേക്ക് സർവകലാശാല ഫീസ് അടയ്ക്കേണ്ടതാണ്. ഞാൻ കുറച്ച് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോളേജ് ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിൽ, താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ പേ ചെയ്യുക തന്നെ വേണം. ഈ ഘട്ടത്തിൽ പ്രവേശനത്തിനായി കോളേജിൽ ഹാജരാകേണ്ടതില്ല, പകരം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇനി വരുന്നുണ്ട്. ആ ഒരു അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും കോളേജ് ജോയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ അതിന് ശേഷമാണ് കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കാനുള്ള ടൈം പീരീഡ് നിങ്ങൾക്ക് നൽകുക. വിദ്യാർത്ഥികൾ ലഭിച്ച അലോട്ട്മെൻറ്റ് തൃപ്തരാണെങ്കിൽ സർവകലാശാല ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് ഉറപ്പാക്കിയ ശേഷം ഹയർ ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ മുകളിലുള്ളവ ജൂൺ 17 മുമ്പായിട്ട് നീക്കം ചെയ്യേണ്ടതാണ്. ഓക്കെ, അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ആ കോളേജിൽ തന്നെ മതി, ഇനി നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നോക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്താൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ബാക്കി 19 ഓപ്ഷനുകളും നിങ്ങൾ റദ്ദാക്കി മാറ്റുക. അതായത് നിങ്ങൾ അതിൽ നിന്നും ക്യാൻസൽ ചെയ്ത് മാറ്റുക എന്നുള്ളത്, അതായത് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക. അത് നിങ്ങൾ പ്രൊഫൈൽ എടുത്ത് ആ ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു സംഭവം വരും, ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാനുള്ള സംഭവം വരും. അത് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് മാറ്റുക. അല്ലാത്ത ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ആ കോളേജ് മാറി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോളേജ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നിട്ടുള്ള കോളേജ് തൃപ്തരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് മാറ്റുക, അതും ജൂൺ 17 ഇനി ഹയർ ഓപ്ഷനുകൾ നിലനിൽക്കുന്ന അപേക്ഷകരെ അടുത്ത അലോട്ട്മെൻറ്റിൽ പ്രസിദ്ധ ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുന്നതും അപ്രകാരം ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് നിർബന്ധമായും സ്വീകരിക്കേണ്ടതുമാണ്. അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും APAAR ID നിർബന്ധമായി, അതായത് ആധാറാണ് കേട്ടോ, ID നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. ആയതിനാൽ നിലവിൽ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ തീയതിക്ക് മുമ്പായിട്ട് www.abc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ABAR ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പം മെയിനായിട്ടും പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് മാറ്റുക. ജൂൺ 17 യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ പേ ചെയ്യുക, അതിൻ്റെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജ് ജോയിനിങ്ങുള്ള ഡേറ്റ് പറയും, ആ ഡേറ്റിൽ പോയിട്ട് കോളേജിൽ അഡ്മിഷൻ എടുക്കുക. മറ്റുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കയ്യിൽ കരുതി വെക്കുക. കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ തന്നെ ഉള്ള കുട്ടികളാണ്, ഇതൊക്കെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. അഡ്മിഷൻ ടൈമിൽ ഇതൊക്കെ തന്നെയും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം അലോട്ടഡ് ആവാത്ത വിദ്യാർത്ഥികൾ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജുകളിൽ തന്നെ അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുക. അതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.